ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക്ക്, നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു മരത്തിൻ്റെ പിക്ചർ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ മരം ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ? ചിലർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഈ മരമാണ് നമ്മൾ സാധാരണ പറയുന്ന സപ്പോട്ട മരം. സപ്പോട്ടയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എക്രാസ് സപ്പോട്ട, അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടി ഉണ്ട് ഇപ്പോൾ, മാനിൽക്കാര സപ്പോട്ട. സപ്പോട്ടേസി എന്ന കുടുംബത്തിലാണ് ഇത് വരുന്നത്. അതൊരു ഡൈക്കോട്ടാണ്. ഇതിന് ഇനി വേറെ കുറേ പേരുകളുണ്ട്. സപ്പോട്ട, ചിക്കു CHIKOO, ചിക്കിൾ CHICLE, ദെൻ സപ്പോട്ടില്ല ZA. കുറേ പേരുകളുണ്ട്, സിനോണിംസ് ഉണ്ട്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ഐലൻഡ്സ്. നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് ഈ പ്ലാന്റ്. അത് ഒന്നില്ലെങ്കിൽ ചെറിയ മരമായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള മരമായിട്ടോ ഇത് വളരാം. ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ പാർട്ട് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടാണ്. വളരെ ഡെലീഷ്യസ് ആണ്. ഇനി നമ്മൾ ഈ സപ്പോട്ട മരത്തിൻ്റെ ഒരു ഇല പറിക്കുക, അല്ലെങ്കിൽ ബാർക്കുമ്മ ചെറുതായിട്ടൊരു വൂണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ടുമ്മ ചെറിയൊരു വൂണ്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് പിടിക്കുമ്പോൾ എനിക്ക് പക്ഷികൾ കരയുന്ന ശബ്ദം ആ മരത്തിൽ നിന്ന് കേൾക്കാം. ഞാൻ അടുത്ത് ചെന്നപ്പോൾ കുറേ പക്ഷികൾ പറന്നുപോയി. അപ്പോഴും ഒരു പക്ഷി ഒരു ഫ്രൂട്ടുമ്മ കൊത്തുകയാണ്. പിന്നെ ഞാൻ അടുത്ത് വന്നപ്പോൾ അത് പറന്നുപോയി. അതിൻ്റെ ലാറ്റക്സ് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്, ഫ്രൂട്ടുമ്മ. അപ്പോൾ ഈ ലാറ്റക്സ്, എന്തിനാണ് ഈ പ്ലാന്റ്സ് ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇതിന്മേൽ തന്നെ ഒരു വൂണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മിൽക്കി അല്ലെങ്കിൽ പാല് പോലെയുള്ളൊരു ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്യും, ആണ് ലാറ്റക്സ്. അതുപോലെ റെസിനും വരാം. ഈ ലാറ്റക്സ് എന്തിനാണ് ഈ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പ്ലാന്റ്സ് അല്ല, പലതും പ്രൊഡ്യൂസ് ചെയ്യും. ലാറ്റക്സ് അല്ലെങ്കിൽ റെസിൻസ്, അങ്ങനത്തെ ലിക്വിഡ് ആയിട്ടുള്ള കെമിക്കൽസ്. ഈ പ്ലാന്റിനെ സംബന്ധിച്ച് ലാറ്റക്സ്, റബ്ബറിൽ നോക്കിയാൽ കാണാൻ പറ്റും. റബ്ബർ ട്രീയിൽ വൂണ്ട് ഉണ്ടാക്കിയാൽ വൈറ്റ് കളറിലൊരു ലിക്വിഡ് വരും, അതാണ് ലാറ്റക്സ്. അതിൻ്റെ പേരാണ് ചിക്കു, CHIKU. ഒരു മിൽക്കി കളറാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യണത് ആ വൂണ്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ ഈ ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? ലാറ്റക്സ് എയറുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊയാഗുലേറ്റ് ചെയ്യും. കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോട്ടിംഗ് പോലെ നിൽക്കും. അപ്പോൾ ഇൻഫെക്ഷൻ കിട്ടില്ല. ഈ ലാറ്റക്സ്, ചിക്കു, അതിൻ്റെ വേറെ പേരാണ് ചിക്കിൾ. ഇതാണ് മുമ്പ് കാലങ്ങളിലെ ചിക്ലെറ്റ്സ്, നമ്മുടെ ചുയിങ്കം, അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുമ്പ് കാലങ്ങളിൽ കേട്ടോ. ഇപ്പോൾ ഒക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടത്. ഇപ്പോൾ ചിക്കിളൊക്കെ കുറവാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതില്ല. മുമ്പ് അതാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ചിക്കിൾ, അങ്ങനെയാണ് ചിക്ലെറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേര് ചുക്കിൾ. അപ്പോൾ ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ടു ഹീൽ ദ വൂണ്ട്. ഇനി നമ്മൾ ഈ സപ്പോട്ട ഫ്രൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ഡെലീഷ്യസ് ആണ്. അതിൽ കണ്ടമാനം ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ട്. കൊളസ്ട്രോൾ കണ്ടന്റ് ഓൾമോസ്റ്റ് 0. മിനറൽസ് പറയുമ്പോൾ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇത് അതിൽ പ്രോട്ടീനും ഉണ്ട്, ഫൈബേഴ്സും ഉണ്ട്. അപ്പോൾ കണ്ടമാനം ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് പലരും ഇത് ലാക്ടേസ് എന്ന് പറഞ്ഞാൽ ലാക്സേറ്റീവ്, നിങ്ങൾക്കറിയാം, വയറ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലാക്സേറ്റീവായിട്ട് ഇത് അതിനൊരു ഉപയോഗമുണ്ട്, ലാക്സേറ്റീവ്. ഇത് 2-3 ഡെയിലി കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് സാധനം കഴിക്കണമെങ്കിൽ കഴിക്കാം, കൂടുതൽ കഴിക്കാണ്ടിരിക്കുകയാണ് നല്ല, കാരണം ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡിസ്കഷൻ്റെ മെയിൻ പോയിന്റ് ഇതിൻ്റെ ഫ്രൂട്ടും അതിൻ്റെ ന്യൂട്രിയൻസും, ഈ ചിക്ലെറ്റ് എവിടെ നിന്നാണ് വന്നേ, അട്ടയും എന്താണ് ചിക്കിൾ, എന്താണ് ഈ സപ്പോട്ടയുടെ ലാറ്റക്സിനുള്ള പ്രത്യേകത. ഇന്നിപ്പോൾ ചിക്ലെറ്റൊക്കെ കുറേ കൂടെ സിന്തറ്റിക് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എപ്പിസോഡിലുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ഓൺ, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ്, കമൻറ്റ് ഓൺ ഇറ്റ്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.